ഇൻ്റഗ്രൽ കേർവ് കാണാനുള്ള ക്വസ്റ്റ്യന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻ്റഗ്രൽ കേർവ് കാണാനുള്ള ക്വസ്റ്റ്യന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇത് 2023 ബി പാർട്ടിലെ ക്വസ്റ്റ്യനാണ്. ഇതെന്താ പറഞ്ഞിട്ടുള്ളത്, ഇൻ്റഗ്രൽ കേർവ് കാണാനാണ് തന്നിട്ടുള്ളത്. ഇതിൽ എക്സ് ഓഫ് പി നമുക്ക് തന്നിട്ടുണ്ട്. പി എക്സ് ഓഫ് പി അതിൽ എക്സ് ഓഫ് പിൻ്റെ വാല്യൂ 0,1 തന്നിട്ടുണ്ട്. നമുക്ക് പി = 1,1 ഇൻ്റഗ്രൽ കേർവാണ് കാണേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് കാണുന്ന മെത്തേഡ് പറഞ്ഞുതരാം. നമുക്ക് എന്താ കാണേണ്ടത് ഇൻ്റഗ്രൽ കേർവ്, അത് ആൽഫ ഓഫ് ടി ആണ് നമുക്ക് കാണേണ്ടത്. നമ്മളെടുത്ത് ഇൻ്റഗ്രൽ കേർവ് ആണെങ്കിൽ നമുക്കറിയാം ആൽഫ ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ആൽഫ ഓഫ് പി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, എക്സ് ഓഫ് ആൽഫ ഓഫ് ടി ആണെന്ന് നമുക്കറിയാം. ഇനി എക്സ് ഓഫ് ആൽഫ ഓഫ് ടീനെ നമുക്ക് എങ്ങനെ എഴുതാം, പി എക്സ് ഓഫ് പിന്ന് എഴുതാം അല്ലേ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പി എക്സ് ഓഫ് പി എന്താണെന്നുണ്ട്, പി എക്സ് ഓഫ് പിക്ക് പകരം 0,1 തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം, പി 0,1 എഴുതാം. പി എന്ന് പറഞ്ഞാൽ ഒരു x1 x2 എന്നുള്ളൊരു ഫോമിലായിരിക്കും ഉണ്ടാവുക, 0,1 എന്ന് കിട്ടി. ഇനി ആൽഫ ഡോട്ട് ഓഫ് ടിയിലുള്ള എലമെൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുക, ആൽഫ ഓഫ് ടി dx1/dt dx2/dt ഈ ഒരു ഫോമിലാണ് നമ്മുടെ ഈ ആൽഫ ഡോട്ട് ഓഫ് ടി ഉണ്ടാവുക. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, dx1/dt എന്ന് പറയുന്നത് 0 ആണ്, dx2/dt എന്ന് പറയുന്നത് 1 ആണെന്ന് പറയാൻ പറ്റും. ഇതിൽ നമുക്ക് x1ൻ്റെ x2ൻ്റെ വാല്യൂ കണ്ടുകൂടെ. ഇതിൽ നിന്ന് x1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് c ആയിരിക്കും. ഇതിൽ നിന്ന് x2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു t+c2 ആയിരിക്കും. ഇനി നമ്മൾ ഈ കിട്ടിയ വാല്യൂ ഇതാ എന്താ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആൽഫ ഓഫ് ടി = x1 x2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടില്ലേ, ഈ x1 നമുക്ക് ഇവിടെ കൊടുക്കാം, x2ൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ തന്നിട്ടുള്ള ഈ പി വാല്യൂ ഇല്ലേ 1,1, ഇത് നമ്മൾ ആൽഫ ഓഫ് 0ക്ക് ഇട്ട് കൊടുക്കുക. ആൽഫ ഓഫ് 0നെ നമ്മൾ പി ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ 0 എന്ന് വരുമ്പോൾ ടീൻ്റെ വാല്യൂസൊക്കെ 0. അപ്പോൾ c1, c2 = 1,1 എന്ന് വരും. അപ്പോൾ c1 1 ആയിട്ടും c2 1 ആയിട്ടും വരും. ഓക്കെ, ഇനി ഇതിൻ്റെ നമ്മുടെ ഈ ആൽഫ ഓഫ് ടീനെ നമ്മൾ എന്ത് ചെയ്യുക, സിക്ക് 1ഉം c2ക്ക് 1ഉം കൊടുത്താൽ എന്ത് വരും, 1,1+t എന്ന് വരും. ഇനി എന്താ ചെയ്യുന്നത്, ഇനി നേരെ ഇൻ്റഗ്രൽ കർവ് കണ്ടാൽ മതി. ഇത് നേരെ എന്ത് ചെയ്യുക, ഇതിൻ്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. ഇതിൻ്റെ അർത്ഥം എന്താ, എല്ലാ എക്സ് ആക്സിസും കണ്ടോ 1ലുള്ളത്. അപ്പോൾ ഇത് 1ലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരിക, ഇതേപോലെ ആയിരിക്കും വരിക.